അല്ലാഹുവേ അല്ലാഹ് വരിക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രകാശം വരിക. ആ പ്രകാശം വരാൻ ഹൃദയങ്ങളെ പറ്റും. ഏത് ഹൃദയം പറ്റും? സാലിഹായ മനുഷ്യന്റെ ഹൃദയം പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് പറ്റിയ കോലത്തിലാണ് അല്ലാഹ് നമ്മളെ പഠിച്ചത്. പിന്നെ നമ്മൾ ദുനിയാവ് കൊണ്ട് ബന്ധപ്പെട്ട് നമ്മളെ ഹൃദയം എങ്ങനെ നാശായി അത് അല്ലാഹു തആലാന്റെ പ്രകാശം വരാൻ പറ്റാത്ത കോലത്തിൽ ആയപ്പോൾ വീണ്ടും തിരിച്ച് എങ്ങോട്ട് നോക്ക് വീണ്ടും തിരിച്ച് അല്ലാഹുവിന്റെ പ്രകാശം ഇറങ്ങി വരാനുള്ള സൗകര്യത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് അമ്പിയാക്കൾ വന്നിട്ടുള്ളത്. അല്ലാതെ കൂട്ടത്തിൽ അമ്പിയാക്കന്മാരെ അതിന് സൗകര്യപ്പെട്ട കോലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ നിസ്കരിക്കാൻ പറഞ്ഞു, നോൻപോക്കാൻ പറഞ്ഞു, ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അതൊക്കെ അതിനുള്ള മാർഗങ്ങളും മാധ്യമങ്ങളുമാണ്. അത്രയോ ചിന്തിക്ക്. എനിക്ക് മതിയാവുകയില്ല, എനിക്ക് വിശാലമാവുകയില്ല. അർളി എന്റെ ഭൂമിയും എനിക്ക് വിശാലമല്ല. വലാ സമായി എന്റെ ആകാശവും എനിക്ക് വിശാലമല്ല. ഇല്ലാ ഖൽബു അബ്ദി വിശാലമായ ഒരു സാധനം എന്നത് എന്റെ അബ്ദിന്റെ ഹൃദയമാണെന്ന് അല്ലാഹു പറയുന്നതായി മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ ആരോട് പറഞ്ഞ് സ്വീകരിക്കട്ടെ. നിങ്ങളെ നിങ്ങൾ ചിന്തിക്കണം. ആകാശവും മതിയാവൂല, ഭൂമിയും മതിയാവൂല. എനിക്ക് വീട് എന്ന് പറഞ്ഞാൽ അത് ആകാശവും മതിയാവൂല, ഭൂമിയും മതിയാവില്ല. പിന്നെന്ത് വേണം? എനിക്ക് മതിയാവുന്നത് എൻ്റെ അടിമയുടെ ഹൃദയമാണ്. എൻ്റെ അടിമയുടെ ഹൃദയം ആകാശത്തെക്കാളും വലുതാണ്, ഭൂമിയേക്കാളും വലുതാണ്. ആ കോലത്തിലാണ് അല്ലാഹ് നമ്മളെ പഠിച്ചത്. നമ്മളെ ഹൃദയം ആകാശത്തെക്കാളും വലുതാണ്, ഭൂമിയേക്കാളും വലുതാണ്. പിന്നെ അത് ചുരുങ്ങി 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 വരും. അങ്ങനെ ചുരുങ്ങി അത് ചുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്മേലൊരു പണിയെടുത്തു മുത്ത് മുഹമ്മദ് മുസ്തഫാക്ക്. അലം നശ്റഹ് ഓത് അലം നശ്റഹ് ലക സദ്റക്. നിങ്ങളുടെ ഹൃദയം ചുരുങ്ങാത്ത കോലം ഞാൻ ചെയ്തു തന്നില്ലേ എന്ന് മാന. അത് ചുരുങ്ങൂല. മുത്തുനബിന്റെ ഹൃദയം. മൂസാ നബി ഹൃദയം ചുരുങ്ങാതിരിക്കാൻ വേണ്ടി ദ്വാരുന്നു. റബ്ബി ശ്റഹ് ലി സദ്രി ദുആഉ മൂസാ. ഇത് മൂസാ നബിന്റെ ദുആണ്. പടച്ചോൻ എൻ്റെ ഹൃദയം ചുരുങ്ങാതിരിക്കട്ടെ. ചുരുങ്ങിയാൽ അല്ലാഹുവിന്റെ പ്രകാശം ഇറങ്ങൂല. റബ്ബി ശ്റഹ് ലി ഓതി റബ്ബി ശ്റഹ് ലി സദ്രി യസ്സിർ ലി. അപ്പോൾ ഹൃദയങ്ങൾ ചുരുങ്ങാതെ വിശാലമായി നിലനിർത്താൻ വേണ്ടിയാണ് അമ്പിയാക്കൾ വന്നിട്ടുള്ളത്. അതാണ് നബിമാരുടെ ലക്ഷ്യം. അതിനാണ് നബിമാർ വന്നത്. അതന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ അതാണ് യത്ലൂ അലൈഹിം ആയാതിഹി വയുസല്ലി ബിഹിം എന്നല്ല വയുസക്കിഹിം എന്ന് പറഞ്ഞത്. വയസൂമു ബിഹിം എന്നല്ല വയുസക്കിഹിം എന്ന് പറഞ്ഞത്. വയഹുജ്ജു ബിഹിം എന്നല്ല വയുസക്കിഹിം എന്ന് പറഞ്ഞത്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. എന്തിനാണ് അമ്പിയാക്കൾ വന്നത്? എന്തിനാണ് അമ്പിയാക്കളുടെ രാജാവായ മുഹമ്മദ് മുസ്തഫ നബിയുൽ അംബിയായ മുഹമ്മദ് മുസ്തഫ എന്തിനാ വന്നത്? യുസക്കീം, ജനങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്.
ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. എന്തുകൊണ്ട്? സ്വാഭാവികമായി അൽ ഖാദുറാത്തുൽ ബശരിയ, അൽ ഖാദുറാത്തുൽ ഇൻസിയ, വൽ ഖാദുറാത്തുൽ അസ്രിയ, കാലഘട്ടത്തിന്റെ ചില അബദ്ധങ്ങൾ മനുഷ്യനിൽ കടന്നുപോകും. എന്നിട്ടോ മനുഷ്യന്റെ സ്വഭാവം നാശമാവും. അപ്പോൾ നബിമാരുടെ മർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഭാവം നന്നാക്കലാണ്. ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. സ്വഭാവങ്ങളെ ശുദ്ധീകരിച്ച് സൽ സ്വഭാവങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ. വഇന്നക ലഅലാ സ്വലാത്തിൻ അളീമ എന്നൊരായത്തില്ല. വഇന്നക ലഅലാ സൗമിൻ കസീരിൻ എന്നൊരായത്തില്ല. നിങ്ങൾ ഒരുപാട് ഹജ്ജ് ചെയ്തല്ലോ നബിയെ, അങ്ങനെ രായത്തില്ല. നബി ചെയ്തതുമില്ല. മുത്തുനബിക്ക് ആകെ ഒരു ഹജ്ജാണ് മുഹമ്മദ് മുസ്തഫ. ഒരു ഹജ്ജാണ് മുസ്തഫ നബിക്ക്. ഉറക്കം പറ, മുഹമ്മദ് മുസ്തഫ. നബിയുടെ ഹജ്ജ് ആകെ ഒന്നാണ്. രണ്ടാമത്തെ ഹജ്ജ് മുത്തുനബിക്കില്ല. മുത്തു മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഒരുപാട് ഹജ്ജ് ചെയ്ത നബിയാണല്ലോ എന്നൊരായത്ത് ഖുർആനിലില്ല. നിങ്ങൾ ഒരുപാട് നോമ്പ് ഒറ്റ നബിയാണല്ലോ എന്നൊരായത്ത് ഖുർആനിലില്ല. അങ്ങനത്തെ ആയത്തും ഖുർആനിൽ ഇല്ല. നിങ്ങൾ വലിയ നിസ്കാരം നടത്തിയാലോ അങ്ങനത്തെ ആയത്തും ഖുർആനിലില്ല. എന്നാൽ എങ്ങനെ ഉണ്ട്? അങ്ങ് വലിയ സ്വഭാവത്തിലാണല്ലോ നബിയെ. വല്ലാത്ത സ്വഭാവം. എന്തിനാ പറഞ്ഞേ? ഈ കുലുക്കുമല്ലിട്ടിട്ട് കളിച്ച് ലക്ഷക്കണക്കായ കുലുക്കുമട്ട് കളിക്കുക. ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മദ്ദീനു യാ റസൂലല്ലാഹ്, മദ്ദീനു യാ റസൂലല്ലാഹ്. ഹഫൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചുറ്റി മുത്ത് മുഹമ്മദ് മുസ്തഫാനെ അവിടുത്തെ ചുറ്റും ആളുകൾ ഇങ്ങോട്ട് തിങ്ങിക്കൂടി. അപ്പോൾ ഒരാൾ വന്നു മുന്നിലൂടെ. അപ്പോൾ അയാൾ ഹബീബിനോട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, നബിയെ ദീൻ എന്നാൽ എന്താണ്? മദ്ദീനു യാ റസൂലല്ലാഹ്, നബി ദീൻ എന്നാൽ എന്താണ് നബി? ദീനാണല്ലോ നമ്മളോട് കൽപ്പിച്ചത്. എന്താണ് നബിയെ? ദീൻ എന്നാൽ സൽസ്വഭാവമാണ്. അയാൾ അവിടെ നിന്ന് വിട കൊണ്ട് പിന്നെ അയാൾ എന്ത് ചെയ്ത്? ചുറ്റും സ്വഹാബികൾ കൂടി നിൽക്കുകയാണ്. അയാൾ മുന്നിൽ നിന്ന് പുറകോട്ട് പോയി. ഹബീബിന്റെ പല ഭാഗത്തൂടെ പിന്നെയും വന്ന് പിന്നെ അയാൾ തലട്ട് ഉള്ളിലേക്ക് കയറി. സ്വഹാബികൾ ചുറ്റും കൂടി നിൽക്കുന്ന അടിയിൽ കൂടെ തലട്ട് ഉള്ളിലൂടെ വലഭാഗത്തൂടെ കയറിയിട്ട് പിന്നെ ചോദിച്ചു. ഇപ്പൊ അയാൾ ഇവിടെ വന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവണില്ലേ? ഇപ്പൊ ഇവിടെ വന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ മുത്തുനബിയോട്, മദ്ദീൻ യാ റസൂലല്ലാഹ്,
മദ്ദീനു യാ റസൂലല്ലാഹ്, ദീൻ എന്നാൽ എന്താണ്? അതാണല്ലോ ഖുർആൻ. എന്തിനാ ഖുർആൻ? ദീനിന് വേണ്ടി വന്ന കിതാബാണ്. എന്താ ഹദീസ്? ദീനിന് വേണ്ടി വന്ന വാക്കുകളാണ് ഹദീസ്. അപ്പൊ ദീൻ എന്നാൽ എന്താന്ന് വെച്ചാൽ ഖുർആൻ അതിന്റെ സാരാംശം ദീനാണല്ലോ. ദീനല്ലേ ആകേണ്ടത്. അല്ലാഹു ദീനിൽ മരിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ എന്താണ് ഈ ദീന്? രാവുമ്പാൽ നിസ്കരിക്കുക, രാവുമ്പാൽ നോമ്പ് വെക്കുക, രാവുമ്പാൽ എന്താണ് ഈ ദീൻ? അതൊക്കെ വേണ്ടേ? ഒക്കെ വേണം. പക്ഷെ അതിനേക്കാൾ വേണ്ടൊരു കാര്യമുണ്ട്. എന്താ? മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. പിന്നെ അയാൾ വലഭാഗത്തൂടെ കയറി വന്ന് പിന്നെ ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, നബി ദീൻ എന്നാൽ എന്താണ്? ഫഖാല, അപ്പോഴും ഹബീബ് പറഞ്ഞു, അദ്ദീനു അൽ ഖുലുഖുൽ ഹസനു, ദീൻ എന്നാൽ സൽസ്വഭാവമാണ്. ഫമശാ ഖൽഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ അവിടുന്ന് പുറകോട്ട് പോയി. പിന്നെ ഹബീബിന്റെ ബാക്കിലൂടെ വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫജഅൻ ശിമാലി, പിന്നെ അയാൾ ഇടഭാഗത്തൂടെ കയറി വന്നു. ഒറ്റയിരുത്തം മൂന്നാമത്തെ വൻ കയറി വന്നു. മുത്ത് മുഹമ്മദ് മുസ്തഫ ഇടഭാഗത്തൂടെ കയറി വന്നേ. എന്നിട്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, മദ്ദീനു യാ റസൂലല്ലാഹ്, നബിയേ ദീൻ എന്നാൽ എന്താണ്? ഇങ്ങനെ വന്ന് ഒന്ന് പോയി, ഇങ്ങനെ വന്ന് പോയി, ബാക്കിലൂടെ വന്ന് ഇങ്ങനെ പിന്നെയും വന്നു. പിന്നെയും ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്. فقال النبي صلى الله عليه وسلم الدين الخلق الحسن, ദീൻ എന്നാൽ സൽസ്വഭാവമാണ്. ഇങ്ങനെ വന്നപ്പോഴും പറഞ്ഞു, ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ എന്തിനാ അമ്പിയാക്കന്മാർ വന്നത്? അമ്പിയാക്കന്മാർ വന്നത് നമ്മുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടിയാണ്. ചിന്തിക്ക്, നിസ്കാരം പള്ള നിറച്ചിട്ടുണ്ട്, കുരങ്ങിന്റെ സ്വഭാവമാണ്, ഒരു കാര്യമില്ല. നോമ്പ് പള്ള നിറച്ചുണ്ട്, കുരങ്ങിന്റെ സ്വഭാവമാണ്, കാര്യമല്ല. ഹജ്ജിന് കൊല്ലം കൊല്ലം പോവും, കുരങ്ങിന്റെ സ്വഭാവമാണ്, കാര്യമല്ല. രാവും പകലും ഖുർആൻ ഓതും, കുരങ്ങിന്റെ സ്വഭാവമാണ്, കാര്യമല്ല. ദീനുണ്ടാവൂല, തടിമ ദീനില്ല. ചിന്തിക്ക്, മുഅ്മിനെ ചിന്തിക്കണം. മുഅ്മിനെ തമാശയല്ല, ചിന്തിക്കണം. എത്ര ഹദീസുകൾ ഈ വിഷയത്തിൽ നമ്മൾ ഈ ഇരുത്തത്തിൽ ചർച്ച ചെയ്തത്. ഇനി ഒരു ഹദീസ് കൂടി കേട്ടോ. ഒരു ഇരുത്തത്തിൽ ഒരിക്കൽ മുത്ത് നബിയോട് ഒരാൾ ചോദിക്കുകയാണ്, അയ്യുൽ മുഅ്മിനീന അക്മലു യാ റസൂലല്ലാഹ്, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ഈമാൻ പൂർത്തിയായ ആൾ ആരാണ് നബിയേ? അപ്പോൾ ഹബീബിന്റെ മറുപടി എന്താ? അപ്പൊ ഹബീബിന്റെ മറുപടി, എപ്പോഴും ഖുർആൻ ഓതാണ് നല്ല. നല്ലല്ലേ? നല്ലതാണ്. പക്ഷെ അങ്ങനെയല്ല മറുപടി. എപ്പോഴും നിസ്കരിക്കുന്ന ആണോ നബിയുടെ മറുപടി? അല്ല. എപ്പോഴും നിസ്കരിക്കുന്ന അല്ല അല്ലേ? നല്ലതാണ്. പക്ഷെ നബിയുടെ മറുപടി അതല്ല. എന്നും ഹറാമല്ലാത്ത ദിവസങ്ങളിലൊക്കെ നോമ്പ് വിൽക്കുന്ന ആണോ നബിയുടെ മറുപടി? അല്ല. അതുമല്ല നബിയുടെ മറുപടി. ദിവസങ്ങളൊക്കെ നോമ്പ് വിൽക്കുന്ന അല്ല അല്ലേ? നല്ലതാണ്. പക്ഷെ നബിയുടെ മറുപടി അങ്ങനെയല്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ മുത്ത് മുഹമ്മദ് മുസ്തഫ, നേരം വെളുക്കണവരെ സുന്നത്തും തഹജ്ജുദും നിസ്കരിക്കുന്ന ആള് ആണോ നബി പറഞ്ഞത്? അല്ല. അങ്ങനെയും അല്ല നബി പറഞ്ഞത്. അത് നല്ലതല്ലേ? നല്ലതാണെങ്കിൽ എന്നതാണ്. അങ്ങനെയല്ല നബിയുടെ മറുപടി. പിന്നെന്താ നബിയുടെ മറുപടി? പുണ്യ മുഹമ്മദ് മുസ്തഫ, ഇത് തലക്ക് കൊടുക്കണം, ഇത് തലക്ക് കൊടുക്കണം. ഇതിപ്പോ നമ്മള് രാവും പകലും ദ്വാരക്കുന്നു, പടച്ചോനെ അവസ്ഥ നന്നാകണേ. അവസ്ഥ നന്നാകണമെങ്കിൽ ആദ്യം ദീനിക്ക് കയറണ്ടേ? ദീനിന്റെ ഉള്ളിൽ നമ്മൾ കയറണല്ലോ. ദീൻ എന്താ? സൽസ്വഭാവം. അത് നമ്മളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഇല്ലെങ്കിൽ പിന്നെ അല്ലാഹു എങ്ങനെ നമ്മളെ സ്വീകരിക്കും? അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് നമ്മൾ മനസ്സിലാക്കണം.
അയ്യുൽ മുഅ്മിനീന അക്മലു യാ റസൂലല്ലാഹ്, മുഅ്മിനീങ്ങളിൽ ഈമാൻ പൂർണ്ണതയെത്തിയ ആളാരാ? നബിയോട് ചോദിക്കും, മുത്ത് മുഹമ്മദ് മുസ്തഫ. മറുപടി കേട്ടോ, മറുപടി കേട്ടോ, മറുപടി കേട്ടോ. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ, ഈമാൻ പൂർത്തിയായ ആള് എന്നാൽ സൽ സ്വഭാവത്തിൽ പൂർണ്ണത സിദ്ധിച്ചവനാണ് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും നല്ല സൽസ്വഭാവിയാണ് ഏറ്റവും വലിയ മുഅ്മിനെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാ ദിവസവും നിസ്കരിച്ച ആള് നല്ല, എല്ലാ ദിവസവും നോമ്പോച്ച ആളൊന്നും അല്ല. മുത്തുനബിന്റെ മറുപടി എന്താ? മുത്തുനബി മറുപടി മുത്ത് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും നല്ല സ്വഭാവം ആർക്കുണ്ടോ അവരാണ് ഏറ്റവും നല്ല മുഅ്മിനെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇതാണുങ്ങളും പെണ്ണുങ്ങളും മനസ്സിലാക്കണം. നമുക്ക് ദീന് തലേക്ക് കേറുന്നതിനെ തൊട്ട് പിശാച് തടയുന്നുണ്ട്. അത് പിശാചിന്റെ ലക്ഷ്യമാണ്. പിശാച് അവിടെ വിജയിക്കും. നിങ്ങൾ ചിന്തിക്കണം. വേറൊരു ഹദീസ് കൂടി കേട്ടോ. ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത് എന്ത് കേട്ടോ? അസ്ഖലു മാ ഫിൽ മീസാൻ അൽ ഖുലുഖുൽ ഹസൻ വഅസ്ഖലു മാ ഫിൽ മീസാൻ, തുലാസിൽ ഏറ്റവും കരം കൂട്ടുന്ന കാര്യം നിസ്കാരം നോമ്പെന്നല്ല ഹബീബ് പറഞ്ഞത്. അൽ ഖുലുഖുൽ ഹസനു സൽ സ്വഭാവമാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ ഏറ്റവും കനം കൂട്ടുന്നത്, ഏറ്റവും കനം കൂട്ടുന്നത് ഒരു ഗ്ലാസ്സാണ്. 10 വലിപ്പമുള്ള ഒരു ഗ്ലാസ്സാണ്. ഗ്ലാസിന്റെ പൊതുവേ ഉള്ള ഒരു കന അതിനുണ്ടാവുള്ളൂ. ഇത്ര വലിപ്പമുള്ളൊരു ഗ്ലാസ് ഒരു ഒരു ഗ്ലാസിന്റെ തട്ടിൽ വെച്ചു നോക്കി. അപ്പോ അതിന് ഒരു 50-75 ഗ്രാമൊക്കെ അല്ലെങ്കിൽ നേറി വന്നാൽ 100 ഗ്രാം തൂങ്ങും. അതേ സമയത്ത് ഇത്ര വലിപ്പമുള്ള ഒരു ഉരുക്കിന്റെ കട്ടിയോ ഇരുമ്പിന്റെ കട്ടിയോ വെച്ചാലോ വലിപ്പത്ര തന്നെ. ഞങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? പറയും മനുഷ്യന്മാരെ, ഇത് ഗ്ലാസ്സാണ്. ഈ വലിപ്പത്തിലുള്ള ഒരു ഗ്ലാസ് ഈ വലിപ്പത്തിലുള്ള ഇരുമ്പും കൊണ്ടുപോയി തട്ടിൽ വെച്ചാൽ ഏറ്റവും കനം തൂങ്ങ എന്താണ്? ഇരുമ്പ് എന്നതുപോലെ നിസ്കാരം നോമ്പ് അങ്ങനെ പല സാധനമുണ്ട്. പക്ഷെ ഏറ്റവും കനം തോന്നുന്ന സ്വഭാവമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അതന്നെ നിസ്കാരം നമുക്ക് ഒറ്റക്ക് നിസ്കരിക്കാം, നോമ്പ് ഒറ്റക്ക് നിസ്കരിക്കാം, ഹജ്ജ് ഒറ്റക്ക് ചെയ്യാം. ഒറ്റക്ക് നമ്മള് ഒറ്റക്ക് അവിടെ ആളുണ്ടാവും, നമ്മള് നോക്കണ്ട, നമ്മള് പോണ് വരുന്നു. സൽസ്വഭാവം ഒറ്റക്ക് പറ്റൂല. കോടിക്കണക്കായ മനുഷ്യരോട് നേരായ നിലക്ക് പെരുമാറിയാലേ എന്തുണ്ടാവുള്ളൂ. സൽസ്വഭാവത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നല്ലോന് നാട്ടുകാരൊക്കെ പറയണം, കുറച്ച് ബുദ്ധിമുട്ടാണ്. നിസ്കാരം നമ്മക്ക് നിസ്കരിക്കാം, നല്ല ഉരുവെടുത്ത് നിസ്കരിച്ച് നമ്മക്ക് തന്നെ തോന്നി തിരക്കടില്ല, നല്ല നിസ്കാരമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ കുടിനീരിറക്കാതെ നോമ്പ് വെച്ച് നമുക്ക് തന്നെ തോന്നും ഇന്നത്തെ നോമ്പ് രാവിലായിട്ടുണ്ട്. ഒതുവിന്റെ വെള്ളം വരെ മൂക്കിൽ കൂടി വല്ലാതെ കയറ്റാതെ നമ്മൾ ഒഴിവാക്കി. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനാരും സർട്ടിഫിക്കറ്റ് തരണ്ട. നേരെ മറിച്ച് സ്വഭാവം നന്നായതാണ് എന്ന് നാട്ടുകാര് മുഴുവൻ സർട്ടിഫിക്കറ്റ് തരണം. അത് ബുദ്ധിമുട്ടാണ്. അത് വളരെ ചിന്തിക്കണം.
കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. എന്തിനാ വ്യക്കം പറഞ്ഞത്? എന്തിനാണ്? മൃഗങ്ങൾക്കില്ലാത്തൊരു രീതി മനുഷ്യനിലുണ്ട്. മനുഷ്യന് ഒരു ആത്മാവുണ്ട്. അങ്ങനത്തെ സാധനം മൃഗത്തിനില്ല. മൃഗത്തിന് ജീവയുള്ളൂ. എന്താണ് ആത്മാവ് എന്ന കാര്യം അത്ഭുതവുമാണ്. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. ആത്മാവ് എന്നാൽ എന്താണെന്ന് അവർ അങ്ങയോട് വന്ന് ചോദിക്കും. നബിയെ പറയുക, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. അത് അല്ലാഹുവിന്റെ വേറിട്ട അംറാണ്. അംറ് ഖൽഖ് എന്ന രണ്ട് സൈസ് ഉണ്ട് അല്ലാഹു തആലയുടെ കൂട്ടത്തിൽ. അല്ലാഹു തആലക്ക് അലാ ലഹുൽ ഖൽഖു വൽ അംറു. ഖൽഖ് വേറെ, അംറ് വേറെ. ഖുലിർ റൂഹു മിൻ ഖൽഖി റബ്ബി എന്നല്ല. ഖൽഖല്ലേ, ഖൽഖാണോ? ആണ്. പക്ഷേ ഖൽഖാണെങ്കിൽ സാധാരണ ഖൽഖല്ല. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. വേറൊരായത്തിൽ ഖൽഖും അംറും രണ്ടാക്കിയിട്ടുണ്ട്. അലാ ലഹുൽ ഖൽഖു വൽ അംറു. അപ്പോൾ റൂഹ് എന്നാൽ സാധാരണ സൃഷ്ടിയല്ല. റൂഹിന്റെ വിലക്കാണ് മലക്കുകൾ സുജൂദ് ചെയ്തത്. റൂഹിന്റെ വിലക്കാണ് സുജൂദ് ചെയ്തത് മലക്കുകൾ. റൂഹിന്റെ വിലക്ക്. فإذا سويته ونفخت فيه من روحي فقعوا له ساجدين. فإذا سويته ونفخت فيه من روحي فقعوا له ساجدين. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ നേതാവ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ. ഉറക്കപ്പറ സിദ്ദീഖുൽ അക്ബർ. എന്തുകൊണ്ട്? സൽസ്വഭാവത്തിന്റെ നിറകുടമാണ് സിദ്ദീഖുൽ അക്ബർ. സിദ്ദീഖിനേക്കാൾ ഇബാദത്ത് ചെയ്തവർ ഉണ്ടായിട്ടുണ്ടാകാം, പിന്നെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ സൽസ്വഭാവത്തിൽ സിദ്ദീഖിനെ മറികടക്കാൻ ഉമ്മത്തിൽ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാവരുടെ ഈമാൻ ഒരു തട്ടിലും സിദ്ദീഖിന്റെ ഈമാൻ ഒരു തട്ടിലും വെച്ചാൽ ഈ സിദ്ദീഖിന്റെ ഈമാനാണ് ഘനം തൂങ്ങുക എന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ ഒരാൾക്ക് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ. ഉറക്കപ്പറ സിദ്ദീഖുൽ അക്ബർ. സ്വഭാവമാണ് വിഷയം. വളരെ ചിന്തിക്കണം. അവനവൻ ബന്ധപ്പെടുന്നിടത്ത് സൽസ്വഭാവം കാണിക്കാൻ കഴിയണം. എന്നാൽ തന്നെ ദീനുണ്ടാവും. നിസ്കാര ആവറേജ് മതി, നോമ്പാ കൂടിയ വിരോധമല്ല. പക്ഷെ ആവറേജ് ആയാലും ദുഃഖിക്കൊന്നും വേണ്ട. ആവറേജ് നിസ്കരിച്ചു, അതിന്റെ റവാത്തി നിസ്കരിച്ചു, തഹജ്ജുദ് നിസ്കരിച്ചു. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, ഉറക്കപ്പറ തൗഫീഖ് തരട്ടെ. പിന്നെ എന്ത് ചെയ്തു? നമ്മൾ ഖുർആൻ ഓതി, ബാക്കിയോ നമ്മൾ പാടത്ത് പണി എടുത്തു. അതും വേണല്ലോ. അതാ നല്ല സാധനമാണ്, നല്ല സാധനമാണ്. ഇതാ നോക്കങ്ങൾ ഇടവും ബലം മുഴുവൻ. ഇതാ നല്ല വാഴ. ഇതൊക്കെ മനുഷ്യന്മാര് കുഴിച്ചിട്ടുണ്ടാക്കണ്ടേ? ഏറ്റിക്കാപ്പ് ഇരുന്ന് ഖുർആൻ ഓതിയാൽ വാഴ ഉണ്ടാവോ? പറയും മനുഷ്യന്മാര്. അത് നമ്മുടെ ആവശ്യം തന്നെ. അത് ആവശ്യമില്ല. ഈ രാവും പകലും ഏറ്റിക്കാപ്പ് ഇരുന്ന് ഖുർആൻ ഓതിയാൽ നിനക്കും കാര്യമല്ല. ആരെങ്കിലും വല്ല വായും പുഴുങ്ങിയിട്ട് നിനക്ക് കൊണ്ടുവന്നിരണം.